ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ ദൈവജനത്തിന് എൻ്റെ എളിയ വന്ദനം. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം, 1-2 വാക്യങ്ങൾ. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം: മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് കടക്കേണ്ടതിന് ശബ്ദമുയർത്തി അവരെ കൈകാട്ടി വിളിപ്പീൻ, ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധീകരിക്കപ്പെട്ടവരുള്ളതായ കൽപ്പനയാണ് മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. മൊട്ടക്കുന്ന് അങ്ങ് വരണ്ടുപോയ ഒരു സ്ഥലം, ഒരു ചെറിയ ചെടി പോലും മുളയ്ക്കാൻ സാധ്യമല്ലാത്ത സ്ഥലം മൊട്ടക്കുന്ന്. അവിടെ മുന്നോട്ടൊരു ആക്കമില്ലാത്ത സ്ഥലം, പ്രതീക്ഷയില്ലാത്ത സ്ഥലം, ഉണങ്ങിപ്പോയ സ്ഥലം, നാമ്പെടുക്കാത്ത സ്ഥലം, കൂമ്പ് വരാത്ത സ്ഥലം, ഒരു ചെറിയ പുൽക്കുടി പോലും മുളച്ചുവാൻ സാധ്യതയില്ലാത്ത സ്ഥലം. അനേക ഹൃദയങ്ങൾ അങ്ങനെയാണ്, മൊട്ടക്കുന്നാണ്. അനേക ഹൃദയങ്ങൾ, മനുഷ്യരുടെ ഹൃദയം ഇന്ന് പല രീതിയിലുള്ളതായ അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ കൊണ്ട് മനസ്സ് തിങ്ങിയിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളെല്ലാം അറ്റുപോയിരിക്കുകയാണ്. നാളെ എന്ത് എന്നതിനെക്കുറിച്ചുള്ളതായ അമ്പരപ്പും വെപ്രാളവും മനുഷ്യ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഓരോരോ ചെറിയതോ വലുതോ ആയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സെല്ലാം കലങ്ങിയിരിക്കുകയാണ്. മൊട്ടക്കുന്നാണ്. ഒരു പ്രതീക്ഷയുമില്ല, ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയുമില്ല. ഈ മൊട്ടക്കുന്നിൽ എന്തെങ്കിലും മുളച്ചു വരുമെന്നൊരു പ്രതീക്ഷയില്ല. മൊട്ടക്കുന്നായതുകൊണ്ട് അവിടെ എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇത് വളരെ ലളിതമായൊരു ആശയമാണ്, വളരെ ലളിതമായൊരു വാക്യം. നാം ഇതിൽ കാണേണ്ടത് ഈ മൊട്ടക്കുന്നിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട്. ഞാൻ വരണ്ടിരിക്കുകയാണോ? എൻ്റെ ഭാവി പ്രതീക്ഷകൾ അറ്റുപോയിരിക്കുകയാണോ? എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത നശിച്ചിരിക്കുകയാണോ? നിരാശ എന്നെ ബാധിച്ചിരിക്കുകയാണോ? എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ഭാവി തലമുറകളെക്കുറിച്ചുള്ളതായ ആവലാതി എന്നെ വല്ലാതെ വരട്ടുന്നുണ്ടോ, വിഷമിപ്പിക്കുന്നുണ്ടോ? ഇതെല്ലാം ചിന്തിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹൃദയം ഒരു മുട്ടക്കുന്നാണെന്ന്. നമ്മുടെ പലരുടെയും വീട് ഒരു മുട്ടക്കുന്നാണ്, പലരുടെയും ഹൃദയം മുട്ടക്കുന്നാണ്, പലരുടെയും ജീവിതം മുട്ടക്കുന്നാണ്. എല്ലാം അങ്ങ് തകർന്നടിഞ്ഞ അനുഭവം, നിരാശ മുറ്റിയ അനുഭവം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ എന്നാണ്. ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിരാശ കൊണ്ടാണ്. നിരാശ മുറ്റിയ ഒരു സമൂഹം, ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ, നിരാശ മുറ്റിയ ഒരു തലമുറ. എവിടെയുണ്ട് ഒരു പ്രതീക്ഷ? എവിടെയുണ്ട് ഒരു സമാധാനം? വാസ്തവത്തിൽ സമാധാനമുണ്ട്. സമാധാനം ക്രിസ്തു അകത്തുള്ളവർക്ക് സമാധാനമുണ്ട്. ഇത് നാം ഓരോരുത്തർ അനുഭവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ക്രിസ്തു അകത്ത് വരുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ സമാധാനം കിട്ടും. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടല്ലോ, ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചതാണ്, ഞാൻ പ്രകടമായ പാപങ്ങൾ വിട്ട് തിരിഞ്ഞതാണ്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വരൾച്ച? എന്തുകൊണ്ടാണ് എനിക്കൊരു നിരാശ? എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഗതി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരബ്ധങ്ങളും ക്ലേശങ്ങളും മാറാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു പോകും, സ്വാഭാവികമാണ്. എന്നാൽ സത്യം, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ശാന്തിയും സ്വസ്ഥതയും സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലെ ശാന്തി. കൊടുങ്കാറ്റ് ഊതിക്കൊണ്ടിരിക്കും, ചുഴലിക്കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കും, തിരമാലകൾ ആഞ്ഞു തീർത്ത് പൊങ്ങിക്കൊണ്ടിരിക്കും, വേലിയേറ്റം കൊള്ളുന്ന സമുദ്രത്തിൻ്റെ തിരമാല തള്ളലിൽ പല ആളുകളും വലഞ്ഞു പോകും, ശരിയാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സമാധാനമുണ്ട്. കൊടുങ്കാറ്റുകളുടെയും ചുഴലിക്കാറ്റുകളുടെയും ദുരിതങ്ങളുടെയും ഓളങ്ങളുടെയും തിരമാലകളുടെയും നടുവിലൊരു സമാധാനമുണ്ട്. ജീവിതത്തിൽ ഈ സമാധാനം അനുഭവിക്കുന്നതാണ് വാസ്തവ ക്രിസ്തീയ ജീവിതം. കഷ്ടപ്പാടില്ലെന്നല്ല, ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ കഷ്ടമുണ്ട്, കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 11 പേരോട് പറയുന്ന വാക്കുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും
ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയവീരനായ യേശുവിനോട് നാം പോകുന്നുവെങ്കിൽ, ജയാളിയായ യേശുവിൻ്റെ കൂടെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, ജയവീരനായ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ, കഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയും, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം കിട്ടേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം കിട്ടും, അത് നിങ്ങൾക്ക് അനുഭവിക്കാം. കർത്താവ് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറയും, യോഹന്നാന് സുവിശേഷം 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം ട്രബിൾഡ് ആകേണ്ട കാര്യമില്ല, കലങ്ങിപ്പോകേണ്ട കാര്യമില്ല, നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ പ്രസംഗത്തിൻ്റെ 14 അധ്യായത്തിൻ്റെ കുറച്ച് മുന്നോട്ട് വായിച്ചു വരുമ്പോൾ കാണാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ നാഥനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നീട് ആ പ്രസംഗത്തിൻ്റെ 14 അധ്യായം 27, 28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനം ഭൗതികമായ ചില കാര്യങ്ങളുടെ ലാഭമായിരിക്കും. അതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ സമാധാനം, മൈ പീസ് ഐ ഗീവ് അൺടു യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ക്രിസ്തുവിനെ അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ, ക്രിസ്തു അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പോൾ രോഗം മാറുന്നു, ഭാരങ്ങൾ മാറുന്നു, വെളിവ് കിട്ടുന്നു, എങ്ങനെയാണ് ക്രിസ്തു നയിക്കേണ്ടതെന്നുള്ള ബോധം കിട്ടുന്നു. അത് വലിയ ഉൾക്കാഴ്ചയാണ്, വലിയൊരു അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കിട്ടും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ഇതെനിക്ക് കിട്ടുകയില്ല നിങ്ങൾ വിചാരിച്ചു പോകരുത്, എനിക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ചിന്തിച്ചു കൊണ്ട കാര്യമില്ല. എനിക്കും കൂടി തരാനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. പലരും ധരിച്ചിരിക്കുന്നത് ക്രിസ്തു മതം അത് യേശുക്രിസ്തു സ്ഥാപിച്ചു എന്നൊക്കെയാണ്. ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ലോകരക്ഷിതാവാണ്. യേശുക്രിസ്തു ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. യേശുക്രിസ്തു നമ്മിൽ നിന്നെങ്കിലും വാങ്ങാൻ വന്നതല്ല, നമുക്ക് തരാൻ വന്നതാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് തന്നെ തരാനാണ് ക്രിസ്തു വന്നത്. ക്രിസ്തുവിന് മതഭേദമില്ല, ക്രിസ്തുവിന് ജാതി വ്യത്യാസമില്ല. ക്രിസ്തു എല്ലാവരുടെയും നാഥനാണ്, നായകനാണ്, രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. ക്രിസ്തു എല്ലാവരുടെയും നാഥനാണ്. ജാതിമത ഭേദമില്ലാതെ, സമുദായ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിന് ആരോടും പ്രത്യേകിച്ച് ഒരു അടുപ്പമോ അകൽച്ചയോ ഇല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ജീവിതം സുഭഗമായി തീരും, സുന്ദരമായി തീരും. എങ്ങനെ? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വസിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇന്ന് അനുഭവിച്ചു തുടങ്ങാം, അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങാം. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ സമാധാനം മുഴുവനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറപടിയായി ഞാൻ അനുഭവിക്കും. സമാധാനം. പലരുടെയും ഉള്ളം കലങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഉള്ളം കലങ്ങിയിരിക്കുകയാണ്. ഇന്ന് കടത്തിൽ ഞെരുങ്ങുന്ന ഒരു വലിയൊരു ഭാഗം ജനമുണ്ട്. കടം വീർപ്പ് മുട്ടിക്കുന്നു. പൈസ തികയുന്നില്ല. ഒന്നുകിൽ വരുമാനമില്ല, അല്ലെങ്കിൽ വരുമാനം പോരാ. ചിലവുകൾ എത്ര ചുരുക്കി ചിലവ് ചെയ്താലും കാര്യങ്ങൾ മതിയാകുന്നില്ല. എല്ലാം എല്ലാം അങ്കലാപ്പിലായിരിക്കുന്നു. വലിയ അലങ്കോലം വന്നിരിക്കുന്നു. കുടുംബം തകർന്നിരിക്കുന്നു. മനസ്സമാധാനമില്ല. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല. എന്താണ് പോംവഴി? ഒരു നല്ല സൽപ്പേര് നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ പേരെല്ലാം പോയി, അഭിമാനം പോയി. ഒരു ആഭിജാത്യം ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം പോയി. വാങ്ങിച്ചവർക്ക്, ഞാൻ ആരോട് വാങ്ങിച്ചോ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കയ്യിൽ പൈസയില്ല. മനസ്സ് വിഷമിക്കുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. എന്തെല്ലാം വിഷമങ്ങളാണ്. ഞാൻ ഓർക്കും, എൻ്റെ കർത്താവേ, എവിടെയുണ്ട് സമാധാനം? എവിടെയുണ്ട് സ്വസ്ഥത? ആർക്കുമില്ല. വലയുന്ന ഒരു കൂട്ടം ജനം. ആ വലച്ചിലിന് മതഭേദമില്ല, ജാതിഭേദമില്ല, ജാതി വ്യത്യാസമില്ല. എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവരും വലയുന്നു, വിഷമിക്കുന്നു. വലിയൊരു കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു പാവം കുട്ടിയെപ്പോലെ ഓരോരുത്തരും നിരാശയുടെ കയത്തിൽ ഇങ്ങനെ താണുകൊണ്ടിരിക്കുകയാണ്. നിരാശയുടെ കയത്തിൽ. അതുകൊണ്ടാണ് ചിലർ നിഷേധാത്മകമായ വഴികൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ചിലർ നെഗറ്റീവ് സ്റ്റെപ്സ്, നിഷേധാത്മകമായ വഴികൾ സ്വീകരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. തെറ്റാണ്, അബദ്ധമാണ്, മണ്ടത്തരമാണ്. ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, വലിയൊരു കടമുണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആശയ്ക്ക് വകയുണ്ടോ എന്ന നമ്മുടെ ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകം വായിച്ചതിന് ശേഷം, അദ്ദേഹം നമ്മുടെ കൂട്ടായ്മ വന്നിട്ടുള്ള ആളല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ അദ്ദേഹത്തിന് ആ പുസ്തകം കൊടുത്തു. അദ്ദേഹത്തിന് ആ പുസ്തകം കൊടുത്തു. അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. ഒരവസരത്തിൽ എന്നെ കാണാൻ വന്നു. അദ്ദേഹം കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം പല കാരണങ്ങളാൽ എനിക്ക് അത്ര സൗകര്യമല്ല, സുഖമല്ല. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു കാണാൻ വരണ്ട. അദ്ദേഹം അപ്പോൾ പറഞ്ഞ വാക്ക് എന്നെ ഞെട്ടിച്ചു. സാറേ, ഇന്ന് രാത്രി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണ്. സാറിനൊരു പുസ്തകം വായിച്ചു, അതുകൊണ്ട് സാറിന് കാണണമെന്ന് തോന്നിയതേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണ്. ഞാൻ വേഗം പറഞ്ഞു, വരൂ വേഗം വന്നോളൂ. ഒരു 2 മണിക്കൂറിന് അകം അദ്ദേഹം വന്നു. അദ്ദേഹം തന്നെ കാർ ഡ്രൈവ് ചെയ്തു വന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ എഴുതിയ ആളാണ്. കുറേ നേരം സംസാരിച്ചു. ഏതായാലും ജീവിക്കണം എന്നുള്ളതായി ആശ കിട്ടി. ജീവിക്കണം, മരിക്കണ്ട, അത്രയും തോന്നി. അടുത്ത ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വന്നു. ആ ആഴ്ചയിൽ തന്നെ ഭാര്യ ഭർത്താവ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനിരുന്നൊന്നും പാവം അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് വലിയ നിരാശകരമായ അനുഭവത്തിലായി എന്നും ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല. വലിയൊരു ധനാഢ്യനായ മനുഷ്യനാണ്, കോടീശ്വരനായ മനുഷ്യനാണ്. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. അങ്ങനെയൊക്കെ വരും. പെട്ടെന്ന് തകിടം മറിഞ്ഞു, ആകെ അലങ്കോലമായി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഭാര്യയോട് പോലും പറഞ്ഞില്ല. മക്കൾ 2 പേര്, അവർ കേരളത്തിലില്ല, കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് പഠിക്കുകയാണ്. അദ്ദേഹം അന്ന് ഭാര്യയുമായിട്ട് വന്ന് സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മയിൽ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടായ്മയിൽ ഇടയ്ക്ക് വരുമ്പോൾ എന്നെ കാണാറുണ്ട്. ഒരവസരത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചു. സാറേ, എൻ്റെ കോടിക്കണക്കിന് രൂപയുടെ കടം വളരെ അത്ഭുതമായിട്ട് പെട്ടെന്ന് മാറിയിരിക്കുന്നു. അതിനൊരു പോംവഴി കിട്ടിയിരിക്കുന്നു. എനിക്ക് പോലും ചിന്തിക്കാൻ വയ്യാത്തൊരു പോംവഴിയാണ് കിട്ടിയത്. പോംവഴി എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞാൻ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ സന്തോഷം ഞാൻ അനുഭവിക്കുകയില്ലായിരുന്നല്ലോ. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് പോയിരുന്നെങ്കിൽ ഈ സമാധാനം ഞാൻ അനുഭവിക്കുകയില്ലായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിരാശയിൽ ആണ്ടുപോയിട്ട് മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്ന ആളുകളുണ്ട്. നിരാശ മുറ്റിയിട്ട് ജീവിതം വിരസമായി പോയിട്ട് ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോകുന്ന കുടുംബങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാം. ഇപ്പോൾ ചില പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ഇതെല്ലാം മാറും. ഇന്ന് ചില പൊരുത്തക്കേടുകളുണ്ട്, ശരിയായിരിക്കും. മനുഷ്യനല്ലേ, 2 കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ലേ. ഒരുപക്ഷേ ഭാര്യയുടെ കുടുംബത്തിൻ്റെ ആ പശ്ചാത്തലമല്ല ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ചില പ്രയാസങ്ങൾ കൊണ്ടായി എന്ന് വരാം, സ്വാഭാവികമാണ്. അതുകൊണ്ട് വിവാഹബന്ധം വേണ്ട എന്ന് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട്, അത് പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഐക്യവും സ്നേഹവും പുലരുന്നൊരു നല്ല കാലം വരാനിരിക്കുന്നുണ്ട്. ആ നല്ല കാലത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. വരും. ഇന്ന് പിണങ്ങണമെന്ന് തോന്നുന്നു, ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ലെന്ന് തോന്നുന്നു. അത്രമാത്രം നിരാശ മുറ്റിയ പ്രയാസമേറിയ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നതൊക്കെ പാവം ആ സ്ത്രീ പറയും, അല്ലെങ്കിൽ പുരുഷൻ പറയും. പക്ഷേ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ വിവാഹമോചനം നേടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഐക്യമായി ജീവിക്കാം. ഇന്നത്തെ ഈ പൊരുത്തക്കേടുകളൊക്കെ മാറും. ഇന്നത്തെ ഇണക്കക്കുറവുകളും മാറും. എല്ലാം നേരെയാകും. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകുക. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്റ്റിമിസ്റ്റിക് എന്ന് ഇംഗ്ലീഷ് പറയും. ഓപ്റ്റിമിസ്റ്റിക്, ബി ഓപ്റ്റിമിസ്റ്റിക്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകണം. എല്ലാം ശുഭമായി തീരുമെന്ന് വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? വിശ്വസിക്കാൻ സാധിക്കുന്നത് ക്രിസ്തു എനിക്കെല്ലാം ശുഭമായി തീർക്കും എന്നുള്ള വിശ്വാസമാണ്. എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു രക്ഷകർത്താവുണ്ട്, എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരാളുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് സമാധാനം തരും, ഒരു നല്ല കാലം എനിക്ക് തരും, ഒരു ശുഭകാലം എനിക്ക് തരും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം വരുന്നതാണ് വാസ്തവത്തിൽ മൊട്ടക്കുന്നിൽ കൊടി ഉയർത്തുന്നത്. മൊട്ടക്കുന്നാണിന്ന്. നിരാശ പറ്റിയ അനുഭവമാണിന്ന്. യാതനയും വേദനയും കൊണ്ട് വലഞ്ഞു പോകുന്ന അനുഭവമാണിന്ന്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. കോടാനകോടികൾക്ക് സമാധാനം കൊടുത്ത യേശു ജീവിക്കുന്നു. പല ജാതിയിലുള്ളവരെ, പല മതത്തിലുള്ളവരെ, പല ദേശത്തുള്ളവരെ, പല ഭാഷയിലുള്ളവർ, പല രീതിയിൽ ജീവിക്കുന്ന എത്രയോ പേർക്ക് കർത്താവ് സമാധാനം കൊടുത്തിരിക്കുന്നു.
അവൻ എല്ലാവരുടെയും ദൈവമാണ്. ആ യേശു എനിക്കും സമാധാനം തരും. കാരണം യേശു എന്നെ വ്യക്തിപരമായി അറിയുന്നു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യേശു എന്നെ വ്യക്തിപരമായി അറിയുന്നു. എൻ്റെ ബന്ധക്കാർ പക്ഷേ എന്നെ അറിയില്ല, എൻ്റെ സ്വന്തക്കാർ പക്ഷേ എന്നെ അറിയില്ല, പക്ഷേ യേശു എന്നെ അറിയുന്നു. എൻ്റെ തനതായ അവസ്ഥ യേശു അറിയുന്നു. ഒരുപക്ഷെ എൻ്റെ ഭാര്യ പോലും എൻ്റെ തനതായ അവസ്ഥ അറിയുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന യാതൊരു എൻ്റെ ഭർത്താവ് അറിയുന്നില്ല. ശരിയായിരിക്കാം. പക്ഷേ യേശു അറിയുന്നു. യേശു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, യേശു ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ കരയേണ്ട എന്നാണ്. ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്നാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യം മഗ്ദലന മറിയയോട് പറഞ്ഞത് കരയേണ്ട എന്നാണ്. സ്ത്രീയെ, നീ കരയുന്നത് എന്തിന് കരയണം? പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശം കൊള്ളണം. എന്തിന്? യേശുക്രിസ്തു ജീവിക്കുന്നു. എൻ്റെ പ്രശ്നം അവൻ അറിയുന്നു. എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരവും അവൻ അറിയുന്നു. എനിക്ക് പ്രശ്നത്തിന് പരിഹാരം തരാൻ യേശുവിന് കഴിയും. ഞാൻ നോക്കിയിട്ടൊരു പോംവഴി കാണുന്നില്ല. ചെങ്കടൽ തീരത്ത് മോശ വന്നു. 600,000 കൂടെയുണ്ട്, 6 ലക്ഷം പേര്. കുറച്ചും കാണും, കൊച്ചു കുട്ടികളും പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും എല്ലാം 600,000 പേര് ചെങ്കടൽ തീരത്ത് വന്നു. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വരികയാണ്. ഈജിപ്തിൽ നിന്നുള്ളതായ യാത്രയിൽ 6 ലക്ഷം പേര് ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ വലിയ ചെങ്കടൽ, വീണ്ടും പരന്നു കിടക്കുന്ന ചെങ്കടൽ, വെള്ളം മേതാളിച്ച് കിടക്കുന്ന ചെങ്കടൽ, എന്ത് ചെയ്യും? അപ്പോഴാണ് പിറകെ വരുന്നു ഫറവോൻ്റെ സൈന്യം ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ. കുതിരപ്പടയും കാലാൾപ്പടയും എല്ലാം കൂടി വരികയാണ്. ഫറവോൻ്റെ സൈന്യം വരികയാണ്. എന്ത് ചെയ്യും? ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങിച്ചാകുക, അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യത്തിൻ്റെ വെട്ടേറ്റ് വീഴുക. വേറെ പോംവഴിയില്ല. മോശയ്ക്ക് മനസ്സിലായി പോംവഴിയൊന്നുമില്ല. പോംവഴിയൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ മോശ ചെയ്ത് എന്താണ്? മോശ അവിടെ മുട്ടുമടക്കി. മോശ ഉയരത്തിലേക്ക് കണ്ണുയർത്തി. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ജനത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്? നീയല്ലേ ഇത്ര വരെ കൊണ്ടുവന്നത്? നീ പറഞ്ഞിട്ടാണല്ലോ ഇത്രയും ഞങ്ങൾ വരാനിടയായത്. കർത്താവേ, മുന്നോട്ടൊരു വഴി തരണം, മുന്നോട്ടൊരു ഗതി തരണം. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങി ചാകണമോ? അതിനാണോ നീ ഞങ്ങൾ കൊണ്ടുവന്നത്? അല്ല. ഞങ്ങൾ ശത്രുവിൻ്റെ വെട്ടേറ്റ് വീഴണമോ? അതിനാണോ ഞങ്ങൾ കൊണ്ടുവന്നത്? അല്ല. എന്നാൽ കർത്താവ്, എന്താണ് പോംവഴി? കർത്താവ് പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കർത്താവ്, ഈ ചെറിയ വടിയാണ് എൻ്റെ കയ്യിലുള്ളത്. നിൻ്റെ കൈ വടിയിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിന്മീതെ നിൻ്റെ കൈ നീട്ടുക. ദൈവത്തിന് സ്തോത്രം. മോശ എന്തിനെന്ന് ചോദിച്ചില്ല. എന്തിനാ കർത്താവ് ഇതുകൊണ്ട് എന്താ പ്രയോജനം? വടി കയ്യിൽ വെച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കൈ നീട്ടിയാൽ എന്താ പ്രയോജനം? മോശ ചോദിച്ചില്ല. ചോദ്യം ചെയ്യാതെ മോശ അനുസരിച്ചു. മോശ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കൈ വെള്ളത്തിലേക്ക് നീട്ടി. എന്തൊരു അത്ഭുതം! ഈ പനമ്പ് തെറുക്കുന്നത് പോലെ 2 ദിവസത്തേക്കും വെള്ളം മാറുന്നു. കുറച്ചും മാറിയപ്പോൾ 600,000 പേർക്ക് പോകാൻ ഒരു 2-3 അടിയോ 10-15 അടിയോ മാറിയാൽ മതിയോ? പോരല്ലോ. മൈലുകൾ വെള്ളം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി. എന്തൊരു അത്ഭുതം! ലോകം കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ലോകത്തിന് മനസ്സിലാകാത്തൊരു അത്ഭുതം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. മോശ കൈനീട്ടി, വെള്ളം ഇരുഭാഗത്തേക്കും മടങ്ങി അങ്ങ് തെറുത്ത് മാറി. ഉണങ്ങിയ നിലത്തുകൂടെ ജനക്കര കടന്നു. ഉണങ്ങിയ നിലത്തുകൂടി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫറവോന് സൈന്യം പറയും വന്നു കഴിഞ്ഞു. അവർ നോക്കിയപ്പോൾ കണ്ടോ, ജനം ഈ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടി ചെങ്കടൽ കിടക്കുന്നു. നമുക്കും കിടക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കും കിടക്കാമെന്ന് പറഞ്ഞ് ഫറവോന് സൈന്യവും കടലിലേക്ക് ഇറങ്ങി. ഇതുകൊണ്ട് അവരെല്ലാവരും കടലിലായി. ആ കടലിന് നടുക്കായപ്പോൾ പെട്ടെന്ന് 2 ദിവസത്തേക്ക് പോയി വെള്ളം വന്ന് അവരെ മൂടി. ദൈവമേ, നീ മനസ്സിലാക്കൂ, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നൊരു വഴി അത് വേറെ ആർക്കും കിട്ടിയെന്ന് വരികയില്ല. നിനക്കൊരാൾക്ക് വേണ്ടി സ്വർഗം തുറന്നു തരുന്ന ഒരു വഴി, നിനക്കൊരാൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് നിയമിക്കുന്ന ഒരു വഴി, അത് നിന്റെ ശത്രുക്കൾ കിട്ടിയെന്ന് വരികയില്ല. നിനക്കുള്ളൊരു സ്പെഷ്യൽ പ്രൊവിഷനാണത്. നിനക്ക് വേണ്ടി ദൈവം തരുന്നൊരു പ്രത്യേക കരുതലാണത്, സ്പെഷ്യൽ പ്രൊവിഷൻ. അത് ദൈവമക്കൾക്കുള്ള അവകാശമാണ്, ക്രിസ്തുവിൻ്റെ മക്കൾക്കുള്ള അവകാശമാണ്, ദൈവജനത്തിനുള്ള അവകാശമാണ്. ഒരു പ്രത്യേകമായ ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ. ജീവിതം വിരസമായി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി നീ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വെറുതെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പ്രാർത്ഥന. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല പ്രാർത്ഥന.
നിങ്ങളുടെ ഹൃദയം തുറന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നീ സാധിപ്പിച്ചു തരണം. ലോകം കണ്ടിട്ടില്ലാത്തതും ലോകത്ത് മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നീ കാണിച്ചു തരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നിങ്ങൾ അതിശയിച്ചു വന്നത്, എൻ്റെ ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. സ്തോത്രം. എൻ്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, എൻ്റെ വേദന കാണുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല എൻ്റെ പരിഹാരം തരുന്നൊരു ദൈവം ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. മറ്റാർക്കും അറിയാൻ വയ്യാത്തൊരു പരിഹാരത്തിൻ്റെ പോംവഴി കർത്താവ് കാണിച്ചു തരുന്നുണ്ടല്ലോ. എനിക്ക് ആശയ്ക്ക് വകയുണ്ട്, എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുക. നമ്മുടെ ഹൃദയം ഇന്നൊരു മരുഭൂമി പോലെയാണ്, ഊഷരമായ മരുഭൂമി പോലെ, ഉണങ്ങി വരേണ്ട മരുഭൂമി പോലെ. അവിടെ ഒരു കൊടി ഉയർത്തുക. കൊടി, അവിടെ ജയത്തിൻ്റെ കൊടി ഉയർത്തുക. ജയത്തിൻ്റെ കൊടി. ദൈവത്തിന് സ്തോത്രം. ജയക്കൊടി നാട്ടണം. നിങ്ങളാരും പരാജയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പരാജയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ജയത്തിൻ്റെ ഒരു വഴി നമുക്ക് കാണിച്ചു തരികയാണ്. ജയിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരികയാണ്. നമ്മിൽ പലരും ഈ ജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ഇന്നും തോൽക്കുന്നവരാണ്. തീരുമാനിച്ചു, ഈ വചനം കേട്ടപ്പോൾ തീരുമാനിച്ചു ഞാൻ കോപിക്കില്ല. പക്ഷേ അടുത്ത ദിവസം തോറ്റു, പിന്നെയും കോപിച്ചു. സന്ദർഭം വരുമ്പോൾ കോപം പതഞ്ഞു പൊന്തി. അതൊരു ദുർഭൂതബാധയാണെന്ന് മനസ്സിലാകുന്നില്ല. കോപം എന്ന് പറയുന്നത് എത്ര ചെറിയ കോപമാണെങ്കിലും ഒരു ഭൂതബാധയാണ്. പലരും മനസ്സിലാക്കുന്നില്ല. ആത്മീയരെന്ന് പറയുന്നവർ പോലും കോപത്തിൻ്റെ ആ ഭയങ്കരമായ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അമർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയരെന്നും വിശ്വാസികളെന്നും സുവിശേഷ പ്രസംഗരെന്നും പറയുന്നവരും കോപത്തിൽ നിന്ന് വിമുക്തരല്ല, കോപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരല്ല. കോപാവേശം ഒരു ഭൂതാവേശമാണ്, ഭൂതബാധ. വലിയ കാരണമൊന്നും വേണ്ട കോപിക്കാൻ, നിസ്സാര കാര്യം മതി. പെട്ടെന്ന് ഞെട്ടിത്തെറിപ്പിക്കുന്ന കോപം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപം, പെട്ടെന്നാണ്. ചിന്തിച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഞാൻ കോപിച്ചത്, ആർക്കറിയാം എന്തിനാണ് ഞാൻ കോപിച്ചത്? നാം ലജ്ജിച്ചു പോകും. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കോപിച്ചു. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടരുത്, അവൻ സഹിക്കുന്നവനായിരിക്കണം. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എന്നും ശണ്ടയ്ക്ക് പോകരുത്, വഴക്കിന് പോകരുത്, പിണക്കത്തിന് പോകരുത്. ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ സ്വർഗീയമായ അവകാശത്തിൻ്റെ അധിപതിയാണ്, രാജാധിരാജൻ്റെ അരുമ കൃപയിൽ വളരുന്ന ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ. കർത്താധികർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൃക്കൈകളിൽ എന്നെ കർത്താവ് എടുത്ത് ഉയർത്തിയ ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ. കർത്താവ് എന്നെ ആഴമുള്ള കുഴിയിൽ നിന്ന്, ചേറിൽ നിന്ന് എന്നെ കോരിയെടുത്ത ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ. പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്ന് ഞാൻ വലഞ്ഞപ്പോൾ എന്നെ തേടി വന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്നെ കോരി എടുത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ ഇവിടെ ഇതാക്കിയത്. ഈ ഒരു ചിന്ത നോക്ക് വേണം. എന്നെ ജയിപ്പിക്കാൻ കുരിശിൽ തിരുരക്തം ചിന്തിയ രക്ഷക, ഇപ്പോൾ നീ എൻ്റെ അരികത്തേക്ക് വന്ന് ആ ആണിപ്പാളുടെ കരൻ്റെ തലമേൽ വെക്കാമോ? കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആ തിരുരക്തമരുടെ കരൻ്റെ തലയിൽ നിന്ന് വെക്കാമോ? യേശുവേ, നീ എന്നെ വിളിച്ച് കൂട്ടിയല്ലോ. ഇന്ന് നിൻ്റെ മാലാഖമാരെ അയച്ച് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇന്ന് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് നീ പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ. നിൻ്റെ മാലാഖമാരനെ കൈക്കുടിച്ച് കൊണ്ടുവന്നല്ലോ. കർത്താവേ, ഇന്ന് എന്നെ വെറും കൈയായി അയക്കല്ലേ. യേശുവേ, നിൻ്റെ കരം എന്നെ പിടിക്കണമേ. ഇന്ന് എൻ്റെ കരത്തിൽ പിടിച്ച് എന്നെ ജയാളിയാക്കി തീർക്കണമേ, ജയവീരനാക്കി തീർക്കണമേ, ജയഘോഷ യാഗങ്ങൾ അർപ്പിക്കാൻ തൊക്കെ യോഗ്യനാക്കി തീർക്കണമേ. കർത്താവിൽ സന്തോഷിച്ച് ഉല്ലസിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ജയജീവിതത്തിൻ്റെ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ കർത്താവെ മൊട്ടക്കുന്നിന്മേൽ ജയക്കൊടി നാട്ടുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ മൊട്ടക്കുന്നായ ജീവിതത്തിൽ, നശിച്ചുപോയ ജീവിതത്തിൽ, തകർന്നുപോയ ജീവിതത്തിൽ, എല്ലാം നാനാവിധമായി പോയ ജീവിതത്തിൽ ഈ മൊട്ടക്കുന്നിന്മേൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ മൊട്ടക്കുന്നിന്മേൽ ജയത്തിൽ കൂടി നീ നാടി തരണമേ. നാഥ, നിൻ്റെ കരം എന്നെ പിടിക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്നോട് നീ മനസ്സലിയണമേ, നിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. കഴിഞ്ഞു പോയ പാവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാവങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ പാവങ്ങളെല്ലാം പൊറുക്കണമേ. നാഥ, ഞാൻ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ പലതും വന്നുപോയി കർത്താവേ. എൻ്റെ ദൈവമേ, പലതും സംഭവിച്ചു പോയി. ചിലതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് വീണുപോയി, ചിലത് അറിയാതെയും തെറ്റിൽ വീണുപോയി. കർത്താവേ, എനിക്കിന്ന് മനസ്താപിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ലല്ലോ. നാഥ, നിൻ്റെ കരുണയുടെ സിംഹാസന മുമ്പിലേക്ക് ഞാനിതാ വരുന്നു. നിൻ്റെ കരുണയുടെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. സ്നേഹത്തിൻ്റെ ബലിപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. ആ ഗോകുൽത്തായിലെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. തിരക്തം ഒലിച്ചൊലിച്ചിറങ്ങുന്ന കുരിശിൻ്റെ ചുവട്ടിൽ ഞാനിതാ വീണ് കിടന്ന് കരയുന്നു. നാഥ, എന്നോട് മനസ്സിലെയ്യണമേ. ഒന്ന് മാത്രം എന്നോട് പറയുന്നു, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. ഇന്നു മുതൽ പാപം തൊടാതെ ഞാൻ ജീവിക്കും. ഇന്നു മുതൽ യേശുവിൻ്റെ വകയായി ഞാൻ ജീവിക്കും. യേശുവിന് സാക്ഷിയായി ഞാൻ ജീവിക്കും. ഇന്നു മുതൽ ജയാളിയായി ഞാൻ ജീവിക്കും. യേശുവേ, ജയക്കൊടി എൻ്റെ കരത്തിൽ തരണമേ. എൻ്റെ കരത്തിൽ നിന്ന് ജയക്കൊടി തരണമേ. ആ ജയക്കൊടി എൻ്റെ ഹൃദയത്തിൽ നിന്ന് നാട്ടണമേ. കർത്താവേ, ഈ ഒട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തണമേ, ജയക്കൊടി നാട്ടണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം, യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ
യേശുവേ ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. എന്റെ യേശുവേ എനിക്ക് വേണ്ടി രക്തം ചിന്തിയതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ എന്റെ ഈ സമർപ്പണത്തെ നീ സ്വീകരിക്കണമേ, എന്നെ കൈക്കൊള്ളണമേ, എന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കണമേ, എന്റെ മേലുള്ള പാവങ്ങളൊക്കെ കഴുകത്തരണമേ, തിരു രക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ ഇരുകരങ്ങൾ ഉയർത്താം. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ജയക്കൂടി അനേകരുടെ കരുത്തുകളിലേക്ക് അവിടെ കൊടുത്തതിനായി സ്തുതിക്കുന്നു. മുട്ടക്കുന്നിന്മേൽ കൂടി ഉയർത്തിനായി തന്നെ സ്തുതിക്കുന്നു. മുട്ടക്കുന്നിന്മേൽ കൂടി ഉയർത്തുവാനുള്ളതായി ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിനായി തന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് പറഞ്ഞു വിടണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.